എന്തൊരു ന്യൂ ഇയർ പ്രോഗ്രാം ഉണ്ടാവില്ല എന്നൊരു ഫോർമാഴ്ച നേരത്തേക്ക് അവിടെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല ഗൈസ്. നേരെ ഞങ്ങൾ ലുലു മോളിലേക്ക് വിട്ടു. ലുലു മോളിൽ ഫുൾ ക്രൗഡ്, ബാൻഡ് പെർഫോമൻസസ് ആയിരുന്നു. അതൊരു 11 മണി 11:15 വരെ ആ പരിപാടി ഉണ്ടായിരുന്നുള്ളൂ. അവിടെ വൻ ക്രൗഡ് എന്ന് പറഞ്ഞാൽ വൻ ക്രൗഡ്. കൊച്ചിൻ കാർണിവലിൽ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ടാണെന്ന് തോന്നുന്നു ഒരുപാട് പേര് ഇപ്രാവശ്യം ലുലുവിലുണ്ടായിരുന്നു. അജാതി ക്രൗഡായിരുന്നു. സോ ഞാനും എൻ്റെ കൂടെ എൻ്റെ ശ്യാംലാൽ സാറുണ്ടായിരുന്നു, ക്ലോസ് ഫ്രണ്ട്. അപ്പം ഞങ്ങൾ നേരെ 11:30 ഇപ്പം NGO ക്വാർട്ടേഴ്സ് കാക്കനാടേക്ക് വിട്ടു. അവിടെ എത്തിയത് ജസ്റ്റ് ഒരു 5 മിനിറ്റ് മുമ്പാണ്. അവിടെ അതിനെക്കാട്ടും വലിയ ക്രൗഡായിരുന്നു ഗൈസ്. കാരണം എനിക്ക് തോന്നുന്നു കൊച്ചിൻ കാർണിവലിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഇപ്രാവശ്യം പറഞ്ഞുകൊണ്ട് ആൾക്കാരെല്ലാവരും വിചാരിച്ചത് നമ്മുടെ പപ്പായനെ കത്തിക്കേണ്ട ഒന്നും ഉണ്ടായിരുന്നില്ല എന്നാണ്. സോ അപ്പോൾ അതുകൊണ്ട് ആ വലിയ ക്രൗഡ് മൊത്തം കാക്കനാടേക്ക് പോകുന്നു ഗൈസ്. ഭയങ്കര റഷ് എന്ന് പറഞ്ഞാൽ ഭയങ്കര റഷായിരുന്നു. ഒരു 2-3 കിലോമീറ്റേഴ്സ് ഫുൾ ബ്ലോക്കായിരുന്നു. അങ്ങനെ അവിടുത്തെ പപ്പായനെ കത്തികളൊക്കെ കണ്ടു കഴിഞ്ഞു. നേരെ അന്ന് കിടന്നുറങ്ങി നേരെ ഉച്ച കഴിഞ്ഞ് കസിൻസിൻ്റെ വീട്ടിൽ പോയി. കസിൻസിൻ്റെ വീട്ടിൽ പോയി ചായ കുടിച്ചു. നേരെ വൈകുന്നേരം വീട്ടിലേക്ക്. പപ്പയുടെ 49th ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ബർത്ത്ഡേ കേക്കൊക്കെ വാങ്ങിച്ചപ്പോൾ പപ്പ കേക്ക് കട്ട് ചെയ്യണം. ഇപ്രാവശ്യം അമ്മ മരിച്ചുകൊണ്ട് കാര്യമായിട്ട് സെലിബ്രേഷൻസ് ഒന്നും ഇല്ലായിരുന്നു. നേരെ ഞങ്ങൾ അതിന് ശേഷം പുറത്തുനിന്ന് വാങ്ങിച്ച ചിക്കനും ബീഫും പൊറോട്ടയും ഒക്കെ കഴിച്ചു. അപ്പോൾ ബൈ.